വിമാനത്തിൻ്റെ ജാലകത്തിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ഞു മൂടിയ പർവ്വതനിരകളാണ്. നോക്കത്താ ദൂരം തൂവെള്ള നിറത്തിൽ ഐസ് മൂടിക്കിടക്കുന്ന പർവ്വത ശിഖരങ്ങൾ. ഞാനിപ്പോൾ ആൽപ്സിൻ്റെ മുകളിലൂടെയോ അന്റാർട്ടിക്കയുടെ മുകളിലൂടെയോ ഒന്നുമല്ല പറക്കുന്നത്, നമ്മുടെ ഹിമാലയത്തിൻ്റെ മുകളിലൂടെയാണ്. ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തൂടെ പറന്ന് നമ്മൾ കാശ്മീരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഈ യാത്രയിൽ എൻ്റെ ഭാര്യയും മക്കളുമുണ്ട്. വർഷത്തിലൊരു തവണയൊക്കെ എൻ്റെ യാത്രകളിൽ, സഞ്ചാരത്തിന് വേണ്ടിയുള്ള ചിത്രീകരണ യാത്രകളിൽ എൻ്റെ കുടുംബം എൻ്റെ കൂടെ വരാറുണ്ട്. ക്യാമറയുടെ മുന്നിലേക്ക് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളിലേക്ക് അവർ സാധാരണ കയറി വരാറില്ല. കാശ്മീരിനോട് വിമാനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്ന പ്രദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് സമാനമായ ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ പ്രശ്നഭരിതമായ നിരന്തര സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ നടക്കുന്നൊരു പ്രദേശമെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ ജമ്മുവും കാശ്മീരും ലഡാക്കും തികച്ചും വ്യത്യസ്തങ്ങളായ 3 പ്രദേശങ്ങളാണ്. ജമ്മു എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരം പോലെ തന്നെയുള്ള ഒരു പട്ടണമാണ് ജമ്മു. നമ്മുടെ ഹരിയാനയുടെയോ ഉത്തർപ്രദേശിൻ്റെയോ പഞ്ചാബിൻ്റെയോ ഒക്കെ ഒരു ഭൂപ്രദേശം പോലെ തന്നെയുള്ള, സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് ഡൽഹിയുടെയൊക്കെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് അതിന് സമാനമായൊരു ഭൂപ്രദേശം. 81% ഹിന്ദുക്കളും 8% സിഖുകാരും 7% മാത്രം മുസ്ലിങ്ങളുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ ജമ്മു. ഈ ജമ്മുവിന് കാശ്മീർ എന്ന ഭൂഭാഗമായിട്ടോ ലേ ലഡാക്ക് പ്രദേശമായിട്ടോ ഒന്നും ഒരു സാമ്യവുമില്ല. ഉത്തരേന്ത്യയുടെ ഏതോ ഒരു പ്രദേശം പോലെ തന്നെ ഇരിക്കും. എന്നാൽ നമ്മൾ ബാല്യകാലം മുതൽ കേട്ടതും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ജമ്മു കാശ്മീർ എന്ന വാക്കുകൾ ഒന്നിച്ചു ചേർത്താണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാശ്മീരിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ ഈ ജമ്മുവിലും ലേ ലഡാക്കിലും എല്ലാം പ്രശ്നങ്ങളായ ഒരൊറ്റ ഭൂപ്രദേശമായിട്ട് നമ്മൾ മനസ്സിൽ വരുന്നത്. എന്നാൽ ഈ കാശ്മീരാകട്ടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800-2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഒരു 150 കിലോമീറ്റർ നീളവും 100 കിലോമീറ്റർ വീതിയുമുള്ള ഏതാണ്ട് ഒരു 15,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു താഴ്വാര പ്രദേശം, ഒരു തളിക പോലെ കിടക്കുന്നൊരു പ്രദേശം. ഈ തളികയ്ക്ക് ചുറ്റും ഹിമാലയ പർവ്വതനിരകളാണ്. ആ പർവ്വതനിരകൾക്കൊക്കെ ഒരു 3000 മീറ്റർ വരെ ഉയരമുള്ള പർവ്വതങ്ങൾ ഇതിന് ചുറ്റുമുണ്ട്. ശ്രീനഗർ, ബാരാമുള്ള, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രദേശങ്ങളെല്ലാം ഈ താഴ്വാരത്താണ്. അവിടെ പക്ഷേ ഭൂരിപക്ഷം ഏതാണ്ട് 97% മുസ്ലിങ്ങളാണ്. ചെറിയൊരു ശതമാനമേ ഹിന്ദുക്കളുള്ളൂ. ഭൂപ്രകൃതിപരമായിട്ടും കാലാവസ്ഥപരമായിട്ടും ഒക്കെ ഈ ജമ്മുവായിട്ടൊക്കെ വലിയ വ്യത്യാസമുള്ളൊരു ഭൂപ്രദേശം. ഈ ശ്രീനഗറിൽ നിന്ന് ഏതാണ്ട് 250 കിലോമീറ്റർ അകലെയാണ് ജമ്മു. ഈ ജമ്മുവിലേക്ക് എത്തണമെങ്കിൽ ഈ പർവ്വതമുടികൾ കയറി ഇറങ്ങി വലിയൊരു പാസ്, ഒരു മലമ്പാതയൊക്കെ കടന്നു വേണം, താഴേക്ക് ഇറങ്ങി വേണം ജമ്മുവിലെത്താൻ. അതേ സ്ഥാനത്ത് ലഡാക്കിലേക്ക്, ലേ ലഡാക്കിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 400 ചില്ലുവാനം കിലോമീറ്ററുകൾ മല കയറണം ഈ ശ്രീനഗറിൽ നിന്ന്, അല്ലെങ്കിൽ ഈ കാശ്മീർ താഴ്വരയിൽ നിന്ന്. അത് കയറി ചെല്ലുന്നത് മറ്റൊരു ഭൂലോകത്തേക്കാണ്. ടിബറ്റിൻ്റെ ഏതാണ്ട് ഭൂപ്രദേശങ്ങൾ പോലെ തോന്നുന്ന, ടിബറ്റിൻ്റെ അതേ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് ലേ ലഡാക്ക് പ്രദേശം. വരണ്ട മരുഭൂസമാനമായ പ്രദേശങ്ങൾ, നരച്ച പർവ്വതങ്ങൾ, ആകാശം മുഖം നോക്കുന്ന തടാകങ്ങൾ, തികച്ചും വ്യത്യസ്തമായൊരു ഭൂപ്രദേശമാണ് ലേ ലഡാക്ക്. അവിടെയാവട്ടെ ഏതാണ്ട് 45% ബുദ്ധിസ്റ്റുകളാണ്, ഏതാണ്ട് 35% ഹിന്ദുക്കളാണ്, പിന്നെ ഒരു 10-15% മുസ്ലിങ്ങൾ അവിടെയുള്ളത്. പിന്നെ മറ്റ് സിഖുകാരും ഒക്കെ കുറേ ചെറിയ ശതമാനം ആളുകളുണ്ട്. അപ്പോൾ ഈ ജമ്മു ആവട്ടെ, കാശ്മീർ ആവട്ടെ, ലേ ലഡാക്കാവട്ടെ, ഇത് 3ഉം തമ്മിൽ പറയത്തക്ക യാതൊരു സാംസ്കാരിക ബന്ധവുമില്ല. വളരെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ. എന്നാൽ ഒരു സ്റ്റേറ്റായിട്ട് ഈ വ്യത്യസ്തങ്ങളായ 3 പ്രദേശങ്ങളെ ചേർത്ത് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് നമ്മളുണ്ടാക്കി സ്വാതന്ത്ര്യത്തിന് ശേഷം. അവിടെ കാശ്മീരിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഈ വെറുതെ ഇരിക്കുന്ന ജമ്മുവിലെയും ശാന്തമായി ജീവിക്കുന്ന ലേ ലഡാക്ക് പ്രദേശത്തെയും ജനങ്ങളൊക്കെ അതിൻ്റെ വഴി കേട്ടു. ജമ്മു കാശ്മീരിൽ വലിയ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രശ്നഭരിതമായ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് 150 കിലോമീറ്റർ നീളവും 100 കിലോമീറ്റർ വീതിയുമുള്ള, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരു 3 ജില്ലയുടെ, കഷ്ടിച്ചൊരു 3 ജില്ലയുടെ നീളവും വീതിയുള്ള ഒരു പ്രദേശം മാത്രമാണ് ഈ കാശ്മീർ എന്ന് പറയുന്ന പ്രദേശം. ആ താഴ്വരയിലാണ് പലപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ചരിത്രവും ഈ ഭൂമിശാസ്ത്രവും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കെ വിമാനം പോയി ശ്രീനഗറിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യാനായിട്ട് അങ്ങ് പോകുമ്പോൾ താഴെ അതിമനോഹരമായ കാഴ്ചയാണ്. ഈ വിമാനത്തിൻ്റെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ താഴെ ഈ പച്ചപ്പിനിടയിൽ നിരവധി മഞ്ഞ കളങ്ങൾ കാണാം. വലിയ കളങ്ങൾ, ഒരു 5-10 ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വലിപ്പമുള്ള മഞ്ഞ കളങ്ങൾ ഇങ്ങനെ ഇടവിട്ട് കാണാം. അതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്നതിൻ്റെ നിറമാണത്. ചതുരത്തിലുള്ള കടുക് പാടങ്ങളാണ്.
അത് ചിലതിൽ പൂത്തിരിക്കുന്നു, ചിലത് പൂത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ നിറവ്യത്യാസമൊക്കെ കണ്ട് ഇങ്ങനെ വിമാനം പോയി ലാൻഡ് ചെയ്തു. കനത്ത സുരക്ഷയുള്ള എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാമറയൊന്നും പുറത്തെടുക്കാൻ പറ്റില്ല, എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങി ലഗേജൊക്കെ എടുത്തു. ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ ഞാനൊരു ടാക്സി വിളിച്ചു. ആ ടാക്സിക്കാരൻ്റെ പേര് അക്തർ എന്നാണ്. ഞങ്ങൾ ശ്രീനഗർ നഗരത്തിലൂടെ യാത്ര തുടങ്ങുമ്പോൾ ഒരു 3 സ്ഥലത്തെങ്കിലും ഉണ്ട് പട്ടാള ചെക്ക് പോയിൻറ്റുകൾ. അത് കടന്ന് പരിശോധന കഴിഞ്ഞാണ് പോകുന്നത്. എയർപോർട്ടിനകത്തേക്ക് കയറണമെങ്കിൽ 4 or 5 പരിശോധന കഴിഞ്ഞിട്ടേ അക്കാലത്ത് എയർപോർട്ടിനകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. ഈ യാത്ര 2015 അന്ന് വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞു നിന്നൊരു കാലഘട്ടവും കൂടിയായിരുന്നു. നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ ദാൽ തടാകത്തിൻ്റെ ഭാഗമായ നഗീൻ എന്ന് പറയുന്നൊരു തടാകമുണ്ട്. നഗീൻ തടാകത്തിൽ ഇത് രണ്ടും ഒറ്റ തടാകമായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ചതുപ്പുകളൊക്കെ പിന്നീട് രൂപം കൊണ്ടു, പലയിടത്തും സസ്യങ്ങൾ വളർന്നു. അങ്ങനെ ഈ തടാകം ചെറുതായിട്ട് വേർതിരിക്കപ്പെട്ടു. അങ്ങനെ ദാൽ തടാകത്തിൻ്റെ ഒരു ഭാഗം തന്നെയായ നഗീൻ തടാകത്തിലെ ഒരു ഹൗസ് ബോട്ടിലാണ് എനിക്ക് പോയി താമസിക്കേണ്ടത്. വാങ്നൂ ഷെറാട്ടൺ എന്നാണ് ആ ഹൗസ് ബോട്ടിൻ്റെ പേര്. അപ്പോൾ ഈ ഷെറാട്ടൺ എന്നുള്ള പേര് കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ അത് എന്നെ പറ്റിച്ചതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടേക്ക് പോകണം. ആ ടാക്സിക്കാരന് വഴിയറിയാം. ഞാൻ അഡ്രസ്സൊക്കെ കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ ഈ ശ്രീനഗർ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ഭാഗങ്ങളിലെ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മളീ കടന്നു പോകുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏതോ ഒരു ഭാഗത്തുകൂടിയാണെന്നോ അല്ലെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിലെ ചില ചരിത്ര നഗരങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ തോന്നും. കാരണം ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ശൈലിയേ അല്ല. 2 നിലയുള്ള കെട്ടിടങ്ങളാണ്. മരം കൊണ്ടൊരു പ്രത്യേക രീതിയിൽ മേൽക്കൂരയൊക്കെ പണിത്, ചുടുകട്ട കൊണ്ട് പണിത. ഇത് മറ്റൊരു രാജ്യമാണെന്നേ നമുക്ക് തോന്നുള്ളൂ പല ഭാഗങ്ങളും കണ്ടാൽ. എന്നാൽ അതിൻ്റെ ചുവരുകളിലുള്ള ചില പരസ്യ ബോർഡുകൾ, അതുപോലെ തന്നെ വഴിയിലൂടെ ഓടുന്ന വാഹനങ്ങൾ, ഇതൊക്കെ ഇന്ത്യൻ സ്വഭാവമുള്ളതാണ്. പിന്നെ നഗരത്തിൻ്റെ വൃത്തിയില്ലായ്മയും പല ഭാഗങ്ങളിൽ അത് ഇന്ത്യ തന്നെയാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മട്ടിലാണ്. ആ കാഴ്ചകളെല്ലാം കണ്ട് കുറേ ദൂരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഓടി. ഇടയ്ക്ക് ഈ ജലം നദിയുടെ കുറുകെയുള്ളൊരു പാലം കടന്നു. ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ദാൽ തടാകത്തിൻ്റെ തീരത്ത് കൂടി ഓടി. ഈ ദാൽ തടാകത്തിൻ്റെ തീരത്ത് മുഴുവൻ 100 കണക്കിന് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഹൗസ് ബോട്ടുകളും ദാൽ തടാകവുമാണല്ലോ ശ്രീനഗറിൻ്റെ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ഒരു ആകർഷണം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ ദൂരം ഓടി മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗത്തെത്തി. അവിടെ ഒരു വെളിമ്പറമ്പിൽ ഒരു ഗേറ്റിന് മുമ്പിൽ കാർ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇയാൾ ഹോണടിച്ചു. ഡ്രൈവർ അക്തർ ഹോണടിച്ചു. അപ്പോഴത്തേക്കും ഒരാൾ ഗേറ്റ് തുറന്നു. ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ വന്ന് ഞങ്ങളുടെ ലഗേജ് ബാഗൊക്കെ എടുക്കാൻ സഹായിച്ചു. അക്തറിനെ പറഞ്ഞു വിട്ടു. അക്തർ പോയി. അക്തറിൻ്റെ കൂലിയൊക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു പെട്ടിയൊക്കെ എടുത്ത് ഈ ചെറുപ്പക്കാരൻ മുന്നേ നടന്നു. അപ്പോൾ എനിക്ക് സംശയം, ഇയാളിത് എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിന്ന് തടാകത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഈ നഗീൻ തടാകം കാണുന്നേയില്ല. കുറച്ച് നടന്ന് കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി മറ്റൊരു പുരയിടത്ത് കൂടെയൊക്കെ കയറി ചെന്ന് ഒരു മൺതിട്ടയുടെ മുകളിലേക്ക് എത്തുമ്പോൾ താഴെ തടാകം കാണാം. ആ തടാകത്തിൻ്റെ തീരത്ത് കുറേ ഹൗസ് ബോട്ടുകൾ നിരന്ന് കിടക്കുന്നത് കാണാം. അവിടെ നിരത്തിയിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളുടെ പിൻഭാഗമാണ് നമ്മൾ ഈ തടാക തീരത്തോടെ നടക്കുമ്പോൾ കാണുന്നത്. അപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഹൗസ് ബോട്ടുകളൊന്നും വെള്ളത്തിൽ ഓടുന്ന ഹൗസ് ബോട്ടുകളല്ല. ഇതിൻ്റെയൊക്കെ പിൻഭാഗം കരയിലായിരിക്കുന്നത്. മുൻഭാഗം മാത്രമാണ് ഈ ദാൽ തടാകത്തിലേക്ക് അല്ലെങ്കിൽ നഗീൻ തടാകത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത്. ആ ഭാഗം കുറച്ച് ഫ്ലോട്ട് ചെയ്താണ് കിടക്കുന്നത്. ഈ ബോട്ടുകൾക്കൊന്നും വെള്ളത്തിൽ ഓടാൻ കഴിയില്ല. അത് ആദിമകാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ നമ്മളെ നയിച്ച് നമുക്ക് താമസിക്കാനുള്ള വാങ്നൂ ഷെറാട്ടൻ്റെ ഒരു ഹൗസ് ബോട്ടിനകത്തേക്ക് നമ്മളെ കയറ്റുന്നു. ഈ വാങ്നൂ ഷെറാട്ടൻ്റെ 3 or 4 ഹൗസ് ബോട്ടുകൾ അടുപ്പിച്ചിട്ടിട്ടുണ്ട്. പിന്നെ മറ്റു കമ്പനികളുടെ ഒക്കെ അതിനോട് ചേർന്ന് എല്ലാം അടുക്കി ഇട്ടിരിക്കുക തീരത്തൂടെ. അതിലേക്ക് ഒരു പാലത്തിലൂടെ ഈ ഹൗസ് ബോട്ടിൻ്റെ അകത്തേക്ക് കയറുന്നു. ഈ ഹൗസ് ബോട്ടിനകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ കൂപ്പകളുണ്ടല്ലോ, ഒരു സൈഡിൽ കൂടെ ഒരു കോറിഡോർ ഉണ്ടാവും. അതിൻ്റെ ഒരു വശത്ത് കുറേ ചെറിയ മുറികൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഹൗസ് ബോട്ടിനകത്തും പല മുറികളാണ്. 2 or 3 ബെഡ്റൂമുകളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ലിവിങ് ഏരിയയുണ്ട്. അതായത് ഒരു ചെറിയൊരു ഹാള് പോലെ, ആളുകൾ സോഫയൊക്കെ വട്ടത്തിലിട്ടിട്ട് അതിനകത്ത് ആളുകൾക്ക് ആ സോഫകളിലൊക്കെ ഇരുന്ന് കഥ പറയാനും ഒരു ഹോട്ടലിൻ്റെ ലോബി പോലത്തെ ഒരു ഭാഗം. വേറൊരു ഭാഗത്ത് ഒരു ചെറിയ ഡൈനിങ് റൂമാണ്. അതും കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ്. അതായത് ഈ ഹൗസ് ബോട്ടിൻ്റെ ഏറ്റവും മുന്നിലേക്കാണ്. ആ മുന്നിൽ നിന്ന് കഴിയുമ്പം മനോഹരമായ തടാക കാഴ്ചയാണ്. നേരെ മുന്നോട്ട് നല്ല നീല ആകാശവും അതിലെ തൂവെള്ള മേഘങ്ങളുമൊക്കെ പ്രതിഫലിക്കുന്ന സുന്ദരമായ തടാകം. നമ്മൾ വശങ്ങളിലേക്ക് നോക്കിയാൽ മറ്റ് ഹൗസ് ബോട്ടുകളുടെ എല്ലാം ബാൽക്കണികൾ ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നതിലൂടെയുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഹൗസ് ബോട്ടുകളെല്ലാം അതിമനോഹരമായ ശില്പവേല കൊണ്ട് അലങ്കരിച്ചതാണ്. ദേവദാരു മരം കൊണ്ടാണ് ഇതിൻ്റെ അകമെല്ലാം ഫർണിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മച്ചിലൊക്കെ മനോഹരമായ കൊത്തുപണികളാണ്. അതെല്ലാ മുറിയുടെയും മച്ച് അങ്ങനെയാണ്. ബെഡ്റൂമിൻ്റെ ആണെങ്കിലും, നമ്മൾ മുമ്പേ പറഞ്ഞ ലിവിങ് റൂമിൻ്റെ ആണെങ്കിലും, ഡൈനിങ് ഹാളിൻ്റെ ആണെങ്കിലും, ഈ ബാൽക്കണിയുടെ ആണെങ്കിലും ഒക്കെ അതിമനോഹരം. ഈ ദേവദാരുവിൻ്റെ ഒരു മണം നമ്മൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിസുന്ദരമായ ഒരു ആംബിയൻസാണ്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഈ ബോട്ട് ഓടില്ല. ഞങ്ങളങ്ങനെ മുറിയിൽ കയറി ലഗേജൊക്കെ വെച്ച ഉടനെ തന്നെ ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹബീബ് വാങ്നു എന്നാണ്. അദ്ദേഹമാണ് ഈ ബോട്ടുകളുടെ എല്ലാം ഉടമ.
വാങ്നു ഷെറാട്ടൺ എന്ന് പറയുന്ന ഈ ബോട്ട് കമ്പനിയുടെ ഈ ഹൗസ് ബോട്ട് സ്ഥാപനങ്ങളുടെ ഉടമ അദ്ദേഹമാണ്. അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയൊരു മനുഷ്യനാണ്. വളരെ സൗഹൃദപൂർവ്വം വന്നു. എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധനാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ബോട്ടിനകത്ത് തന്നെ ഇരിക്കലല്ല ഉദ്ദേശം, എനിക്ക് ഇത്തിരി കഴിഞ്ഞിട്ട് നഗീൻ തടാകത്തെ ക്രോസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഷിക്കാരെ അറേഞ്ച് ചെയ്ത് തരണം. ഇതിൻ്റെ നേരെ മറുവശത്തേക്ക് ചെന്ന് ഈ നഗീൻ തടാകത്തിൻ്റെ മറ്റേ സൈഡിൽ ദാൽ തടാകത്തിൻ്റെ ആയിട്ട് ചേരുന്ന ഭാഗത്ത് തന്നെയാണ് ഷാലിമാർ ഗാർഡൻസ് ഉൾപ്പെടെയുള്ള മുഗൾ ഗാർഡൻസ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ കാശ്മീരിൻ്റെ കാഴ്ചകൾ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ വേറെ കാറയിൽ ചുറ്റി തടാകത്തെയൊക്കെ ചുറ്റി കുറേ ദൂരെ സഞ്ചരിച്ച് വേണേൽ പോകാം. അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അക്കരെ ഇക്കരെ സർവീസ് നടത്തുന്ന ഒരു ഫെറി ബോട്ടുണ്ട്, അതിൽ വേണേൽ പോകാം. പക്ഷേ എനിക്ക് ചിത്രീകരിക്കാനും പിന്നെ കുട്ടികൾക്കും കുടുംബത്തിനും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം കൂടെ കിട്ടാനും വേണ്ടി ഒരു ഷിക്കാരയിൽ തുഴഞ്ഞ് തന്നെ അക്കരെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് റിഫ്രഷ് ചെയ്യാനുള്ള കുറച്ച് ഡ്രിങ്ക്സും ചെറിയ സ്നാക്സും ഒക്കെ തന്നു. ഒരു ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ബോട്ടിൻ്റെ ബാൽക്കണിയുടെ മുമ്പിൽ ഒരു തട്ട് കേട്ടു. പങ്കായം കൊണ്ടുള്ളൊരു തട്ടാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഏകദേശം ഒരു 60-65 വയസ്സുള്ള ഒരാൾ ഒരു ഷിക്കാരയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് എന്നാണ്. യൂസഫിനെയാണ് വാങ്നു വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് മറുകരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഷിക്കാരയിലേക്ക് കയറാൻ എല്ലാ ബോട്ടിൻ്റെയും മുമ്പേ പറഞ്ഞ ബാൽക്കണി ഉണ്ടല്ലോ, ഈ ബാൽക്കണിയിൽ നിന്നൊരു ചെറിയ ഗോണി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഷിക്കാരയിൽ കയറി യൂസഫ് തുഴച്ചിലാരംഭിച്ചു. ഈ ദാൽ തടാകവും നഗീൻ തടാകവും ഒക്കെ ഉൾപ്പെടുന്ന ഈ വലിയൊരു ജലാശയ നെറ്റ്വർക്കുണ്ട്. അത് പല പല ചതുപ്പുകളും അതിനുള്ളിലെ ചെറിയ ദ്വീപുകളും അതിലുള്ള നിരവധി ഗ്രാമങ്ങളും എല്ലാം ചേർന്നതാണ്. ഈ ആളുകൾ വസിക്കുന്ന നിരവധി വീടുകളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ചായക്കടകളുണ്ട്, കച്ചവടപ്പീടികളുണ്ട്. ഇതെല്ലാം ഈ ദാൽ തടാകത്തിൻ്റെയും നഗീൻ തടാകത്തിൻ്റെയും ഉള്ളിലേക്ക് വലിയൊരു ആവാസ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സാധാരണ അവിടെ ചെല്ലുന്ന ടൂറിസ്റ്റുകൾ അധികം കാണുന്നതായിരുന്നില്ല അക്കാലത്തൊന്നും. ഇങ്ങനെയുള്ള നിരവധി ഗ്രാമങ്ങൾ ഉൾപ്രദേശങ്ങളിലേക്കുണ്ട്. ഈ തടാകത്തിലൂടെ യാത്ര ചെയ്ത് അവിടെ എത്താൻ പറ്റും. അവിടെ ചന്തകളുണ്ട്, അവിടുത്തെ ജീവിതമുണ്ട്, അവിടുത്തെ ദൈനംദിന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അപ്പോൾ ഞാൻ യൂസഫിനോട് ചോദിച്ചു, യൂസഫ് എന്നെ അവിടേക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? പറഞ്ഞു, കൊണ്ടുപോകാം. എപ്പോഴാണ് പോകേണ്ടത്? അപ്പോൾ അയാൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണ് ഇത്തിരി നേരത്തെ പുറപ്പെടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പുറപ്പെടാം. എന്താണ്? രാവിലെ പുറപ്പെട്ടാൽ ഒരു 5 മണി മുതൽ 7 മണി വരെ ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഇത്തരം ഷിക്കാരകളിൽ വീട്ടിലുണ്ടാക്കുന്ന കാർഷിക സാധനങ്ങൾ അവർ കൃഷിയിടങ്ങളിൽ നിന്ന് പറിച്ച പുലർച്ചെ 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് പോയി കൃഷിയിടങ്ങളിൽ നിന്ന് പറിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലക്കറികളും എല്ലാം ഇത്തരം ശിക്കാരകളിൽ ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു പ്രദേശത്ത് ഇവർ ഈ നിരവധി 100 കണക്കിന് ഇത്തരം ശിക്കാരകൾ അടുപ്പിച്ചിട്ട് ഈ ശിക്കാരകളിൽ വരുന്നവർ തന്നെ വില പറഞ്ഞു വാങ്ങുന്ന വലിയൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഈ കാശ്മീരിൽ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണേൽ കാണാൻ പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ രാവിലെ പോകാൻ പറ്റുമോ? പിന്നെന്താ, നാളെ രാവിലെ പോകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോൾ പുറപ്പെടണം? നമുക്കൊരു 4:45 ആകുമ്പോഴെങ്കിലും പുറപ്പെടണം. ശരി, ഞാൻ സമ്മതിച്ചു. നഗീൻ തടാകം ക്രോസ് ചെയ്ത് മറുകരയിലെത്തി. യൂസഫ് രാവിലെ കാണാമെന്ന് പറഞ്ഞ് പോയി. അവിടെ ഒരു വണ്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ഹബീബ് വാങ്നു അറേഞ്ച് ചെയ്തിരുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആൾ വന്നു. ആ വണ്ടി ഞങ്ങൾ ചെന്ന് കയറി. ഞങ്ങൾക്ക് നേരെ ഷാലിമാർ ഗാർഡൻസിലേക്കാണ് പോകേണ്ടത്. 1600-കളിലൊക്കെ ഈ കാശ്മീർ പ്രദേശം മുഗൾ ഭരണത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ജഹാംഗീർ ചക്രവർത്തി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇവിടുത്തെ ഉദ്യാനങ്ങളിൽ പലതും. അതിലെ ഷാലിമാർ ഉദ്യാനം എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാർഡൻ, ഷാലിമാർ ഗാർഡൻ. അതുപോലെ തന്നെ നിഷാദ് ബാഗ് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യാനമുണ്ട്, അതിന് കുറച്ചകലെ. ഇതെല്ലാം ചേർന്നാണ് മുഗൾ ഗാർഡൻസ് എന്നറിയപ്പെടുന്നത്. അതിമനോഹരങ്ങളായ ഉദ്യാനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ പല ഉദ്യാനങ്ങളൊക്കെ കണ്ടതിന് ശേഷം നോക്കുമ്പം അത്ര ഗംഭീരമാണോ എന്ന് സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകർക്കും ചിലപ്പോൾ സംശയം തോന്നുമായിരിക്കുമെങ്കിലും ഒരു സാധാരണ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഭൂപ്രദേശം, പശ്ചാത്തലത്തിലെ മലനിരകൾ, ഒരു വശത്തുള്ള ദാൽ തടാകം, മനോഹരമായ പുൽമേടുകൾ, അതിനകത്ത് നിരവധിയായി ഉയർന്നു നിൽക്കുന്ന ഫൗണ്ടനുകൾ, പല പല തട്ടുകളായിട്ട് തിരിച്ചു കിടക്കുന്ന ആ മനോഹരമായ ഉദ്യാനം, അതിനകത്തെ ചിനാർ മരങ്ങൾ, അതിരിട്ട് നിൽക്കുന്ന ചിനാർ മരങ്ങളുടെ ഭംഗി, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരഭൗമമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുക. അതുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഭൂമിയിലെ സ്വർഗം ഈ കാശ്മീരാണ് എന്ന് പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെ അവിടെ വന്ന് കണ്ടിട്ടുള്ള എല്ലാവരും സമ്മതിക്കുന്നത്. ഞങ്ങൾ ഈ ഷാലിമാർ ഗാർഡനിനുള്ളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ച് നടന്നു. കുട്ടികൾക്ക് ഭയങ്കര ആഹ്ലാദമായി. ഞങ്ങൾ കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. അപ്പോൾ ഈ ഉദ്യാനത്തിനകത്ത് മുഴുവൻ ജനപ്രവാഹമാണ്. അപ്പോൾ ഞങ്ങൾക്ക് സംശയം, എല്ലാ ദിവസവും ഇങ്ങനെയാണോ? പിന്നീടാണ് മനസ്സിലായത് ആ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അന്ന് സിഖുകാരുടെ ഒരു വൈശാഖി ഉത്സവമാണ്. വൈശാഖി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാർന്ന ഒരു ദിവസമാണ് അവർക്ക്. അന്ന് അവധി ദിവസമാണ്. അതിൻ്റെ ആഘോഷം പ്രമാണിച്ച് എല്ലാവരും കുടുംബസമേതം ഈ ഉദ്യാനത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. ഈ ഗാർഡനകത്തേക്ക് കയറണമെങ്കിൽ വെറും 10 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതി. ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞ് കാറിലേക്ക് ചെന്ന് കയറി അടുത്ത
ഗാർഡനായിട്ടുള്ള നിഷാദ് ബാഗിലേക്ക് ചെന്നു. അവിടെയും ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കയറാം. അതിനകത്തും കയറുമ്പോൾ ഇങ്ങനെ തട്ടുതിരിച്ചിരിക്കുന്ന ആ ഗാർഡന്, ഫൗണ്ടനുകൾ, മണ്ഡപങ്ങൾ, മുഗൾ ശൈലിയിൽ പണിത കെട്ടിടങ്ങൾ, അതിമനോഹരമായ ഉദ്യാനമാണ്. അത് ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ആ കാഴ്ചയും കണ്ടു കഴിഞ്ഞ് വണ്ടിയിൽ ചെന്ന് കയറിയിട്ട് അടുത്തതായിട്ട് ടുലിപ്പ് ഗാർഡൻസ് കാണാൻ പോയി. ഈ ടുലിപ്പ് ഗാർഡൻസ് 2007 സൃഷ്ടിച്ച ഒരു ഉദ്യാനമാണ്. തുലിപ്പ് പൂക്കൾ, നമ്മൾ നെതർലൻഡ്സിൽ ചെന്നാൽ തുലിപ്പ് ഗാർഡൻസ് ധാരാളം കാണാം. തുലിപ്പ് പൂക്കൾ കൃഷി ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വലിയൊരു വ്യവസായം തന്നെയാണ് നെതർലാൻഡ്സിന് ഈ തുലിപ്പ് കൃഷി എന്ന് പറയുന്നത്. തുലിപ്പ് പൂക്കൾ അതിമനോഹരമാണ്. അത് പല നിറങ്ങളിലുണ്ട്. അതിമനോഹരങ്ങളായ പൂക്കളാണ്. അതിൻ്റെ വിശാലമായ പാടമാണ്. അങ്ങകലെയുള്ള മലനിരകളുടെ താഴ്വാരം വരെ അതിഗംഭീരമായ ഒരു ഉദ്യാനം. ഇന്ത്യയിലാണോ നമ്മൾ നിൽക്കുന്നതെന്ന് കുറേ സമയത്തേക്കെങ്കിലും നമുക്ക് അത്ഭുതം തോന്നുന്ന തുലിപ്പ് ഗാർഡൻസാണ്. അത് ഗുലാം നബി ആസാദ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ തുലിപ്പ് ഗാർഡനിലേക്ക് വരുന്ന വഴിയും വഴിയോരങ്ങളും ഒക്കെ മഹാവൃത്തികേടാണെങ്കിലും തുലിപ്പ് ഗാർഡനിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇത് ഇന്ത്യ തന്നെയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അതിമനോഹരമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇന്ത്യക്കാരുടെ സ്വഭാവം അനുസരിച്ച് ഇടയ്ക്ക് അതിനകത്ത് ഇവിടെ കയറാനും അതിനകത്ത് ഈ തുലിപ്പ് ഗാർഡൻസിൻ്റെ ഈ തടത്തിനകത്ത് കയറുന്ന ഫോട്ടോ എടുക്കാനും അതിനകത്ത് കുറച്ച് പൂക്കൾ പറിക്കാനും ഒക്കെയുള്ള എല്ലാ കുസൃതിയും അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിസിലടിച്ചുകൊണ്ട് കാവൽക്കാർ ചുറ്റും നടക്കുന്നുണ്ട്. എങ്കിലും ഇവരുടെ എല്ലാം കണ്ണു വെട്ടിച്ച് 2 പൂ പറിച്ചെങ്കിലും ഒരു തൃപ്തിയാകൂ എന്നുള്ള മട്ടിലാണ് ഇന്ത്യക്കാരുടെ സ്വഭാവം. അവിടുന്ന് പിന്നെ നമ്മൾ ലാൽ ചൗക്കിലേക്കാണ് പോകുന്നത്. ലാൽ ചൗക്ക് എന്ന് പറഞ്ഞാൽ റെഡ് സ്ക്വയർ എന്നാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം. ഈ ലാൽ ചൗക്കാണ് ശ്രീനഗറിൻ്റെ ഒരു പ്രധാന സ്ക്വയർ. പ്രധാന പരിപാടികൾ, പരേഡുകൾ, സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ, ഒത്തുചേരലുകളൊക്കെ നടക്കുന്ന സ്ഥലം. എന്നാൽ അവിടെ കലാപങ്ങളും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് അവിടെ ഇതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും ഒക്കെ ഇന്ത്യൻ പതാക ഉയരുകയും ദേശീയഗാനം മുഴങ്ങുകയും ഭാരതീയമായ ഒരു ചിന്തയിൽ അവിടെ പുലരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിമനോഹരമായൊരു സ്ക്വയറാണത്. അപ്പോൾ ഈ ലാൽ ചൗക്കിലും അതിൻ്റെ പരിസരത്തെ കുറച്ച് ഷോപ്പിംഗ് ഏരിയകളിലും ഒക്കെ ചുറ്റി നടന്നതിന് ശേഷം രാത്രി അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിലേക്ക് മടങ്ങി. അന്ന് രാത്രി അവിടുന്ന് തന്നെയുള്ള അത്താഴമൊക്കെ കഴിച്ചു, കിടന്നു ഉറങ്ങി. പിറ്റേന്ന് പുലർച്ചെ നല്ല തണുപ്പാണ്, അസഹ്യമായ തണുപ്പാണ്, ഭീകരമായ തണുപ്പെന്ന് വേണേൽ പറയാം. ഈ മുറിക്കകത്ത് ചൂടാക്കുന്ന ഫെസിലിറ്റി ഒന്നുമില്ല. കമ്പിളിപ്പുതപ്പും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് തണുത്ത് വിറച്ചിട്ട് ഉറക്കം പോലും വരാത്ത സ്ഥിതിയിലായി. അതുകൊണ്ട് പുലർച്ചെ ഉണർന്നെണീറ്റു എന്നൊന്നും പറയേണ്ട കാര്യമില്ല, ഉറങ്ങിയിട്ട് വേണ്ട ഉണർന്നെണീക്കാൻ. 4 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി റെഡിയായി. ഒരു 4:30 ആയപ്പോഴത്തേക്കും ഇദ്ദേഹത്തെ യൂസുഫിനെ കാത്തങ്ങനെ ഇരിക്കുകയാണ്. കറക്റ്റ് 4:30 ആയപ്പം വള്ളം തുഴഞ്ഞു വരുന്ന ഒരു ശബ്ദം കേൾക്കാം. നിശബ്ദതയാണ് ചുറ്റും, ഒരു ശബ്ദവും ഇല്ല. അവിടെ ഈ നഗീൻ തടാകത്തിലൂടെ ഈ ഷിക്കാരയിൽ ഒരു പങ്കായം കൊണ്ട് വെള്ളം ഇങ്ങനെ വകഞ്ഞ് തുഴഞ്ഞു വരുന്ന ആ ശബ്ദം കേൾക്കാം. അത് വളരെ രസകരമായൊരു ശബ്ദമാണ്. അതിങ്ങനെ അടുത്തടുത്ത് വരുന്ന ശബ്ദം കേട്ടു. ഞാൻ ആ ബാൽക്കണിയിൽ പോയിരുന്നു. അപ്പം യൂസഫ് വന്നു. ഞാൻ യൂസഫിൻ്റെ കൂടെ ഈ ഷിക്കാരയിൽ കയറിയിരുന്നു. ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. കുറേ ദൂരം വിശാലമായ ഈ നഗീൻ തടാകത്തിലൂടെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഇടുങ്ങിയ പ്രദേശങ്ങളിലേക്ക് എത്തുകയാണ്. ഇടുങ്ങിയ പ്രദേശം എന്ന് പറഞ്ഞാൽ 2 വശങ്ങളിലും ചതുപ്പുകൾ, പുല്ലുപോലുള്ള ചെടികൾ ഇങ്ങനെ വെള്ളത്തിൽ വളർന്നു നിൽക്കുന്നു. അപ്പോൾ യൂസഫിനോട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഐലൻഡ്സ് ആണോ? അപ്പോൾ യൂസഫ് പറഞ്ഞു, അല്ല, ഇതെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളാണ്. അപ്പോൾ ഈ തടാകത്തിൽ, ഈ നഗീൻ തടാകത്തിലും ദാൽ തടാകത്തിൻ്റെയും കൂടെ ചേർന്ന ഏതാണ്ട് 10-20 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഇത്തരത്തിൽ നിരവധി ചതുപ്പുകളുണ്ട്. ഈ ചതുപ്പുകളൊന്നും വെള്ളത്തിനടിയിലേക്ക് വേരുകളുള്ളതല്ല, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഈ ചതുപ്പിൻ്റെ ഈ കട്ടകളുണ്ടല്ലോ, അത് ചിലതൊക്കെ 1 ഏക്കറുണ്ട്, 1/2 ഏക്കറുണ്ട്, അത് ഒഴുകിക്കൊണ്ടിരിക്കും. അതിലാണ് ഈ നാട്ടുകാർ കൃഷി ചെയ്യുന്നത്. നെൽകൃഷി മുതൽ പച്ചക്കറികളുടെ വരെ പലവിധ കൃഷികൾ ചെയ്യും. അതിൽ വളവിടും, കൃഷി ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഫ്ലോട്ട് ചെയ്യുന്ന കരകൾക്കിടയിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോവുകയാണ്. ഈ യൂസഫ് ഇങ്ങനെ ഒരു വശത്തിരുന്ന് ഈ തുഴയുന്ന ശബ്ദം, യൂസഫ് നിശബ്ദനായിരുന്ന് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നു, 2 വശത്തേക്ക് മാറി മാറി തുഴയുന്നു. ഞാനും യൂസഫും മാത്രം, പ്രകൃതിയാകെ നിശ്ചലം, നിശബ്ദം. ഈ തുഴച്ചിലിൻ്റെ ശബ്ദം മാത്രം കേട്ട് ഒരനുഭവമായിരുന്നു. ജലത്തിലെ ഉൾവഴികളിലൂടെ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കടന്ന് മറ്റു തുഴച്ചിലുകാർ ശിക്കാരകളുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വള്ളങ്ങളുമായിട്ട് കടന്നു പോകും. അവരുടെയൊക്കെ വള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളുണ്ടാവാം. ചിലതിനകത്ത് ക്യാരറ്റ് ആവാം, ചിലതിനകത്ത് മുള്ളങ്കിയാവാം, വേറെ ചിലതിനകത്ത് ബീട്രൂട്ടായിരിക്കാം. ഇങ്ങനെ പലതരം പച്ചക്കറികൾ. ചിലതിനകത്ത് താമര വേരുകളുണ്ട്, ലോട്ടസ് ഫ്രൂട്ട് എന്ന് പറയുന്ന താമരയുടെ കിഴങ്ങ്. അങ്ങനെ പല സാധനങ്ങളുമായിട്ട് അവരവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ആളുകൾ പല വള്ളങ്ങളിൽ പോകുന്നു. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഇത്തരം ചില ചതുപ്പിൻ്റെ തിട്ടകളിൽ
ട്രഡീഷണൽ ശൈലി പണിത ചില വീടുകൾ, കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളുടെ അകത്ത് ഒരു ബൾബ് തെളിഞ്ഞ് കിടക്കുന്നുണ്ട്, അകത്ത് ആളനക്കം കാണാം. അതൊരു ചായക്കടയാണ്. ഇത്തരത്തിൽ പുലർകാലത്ത് ചന്തയിലേക്ക് പോകുന്നവർക്കുള്ള ചായയും പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. അതും പിന്നിട്ട് നമ്മൾ കടന്നു പോകുമ്പം 10-20 വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഈ ഗ്രാമത്തിലെ വീടുകളെല്ലാം ഈ ചതുപ്പിൽ കോലിൽ നാട്ടി നിർത്തി പണിത വീടുകളാണ്. വലിയ തൂണുകളിൽ നിർത്തി പണിതിരിക്കുകയാണ്. ഈ തൂണുകളിൽ നിൽക്കുന്ന വീടുകളിൽ നിന്ന് അടുത്ത വീട്ടിലേക്കോ അടുത്ത കടയിലേക്കോ ഒക്കെ ഈ വെള്ളത്തിന് മുകളിലൂടെ ഒരു പാലം പണിതിട്ടുണ്ടാവും. ഈ പാലത്തിന് മുകളിലൂടെയാണ് ആളുകൾ നടന്ന് അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത കടയിലേക്ക് അല്ലെങ്കിൽ അടുത്ത റോഡിലേക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ കുറേ ദൂരത്തിൽ ഇങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ ഈ പാലങ്ങളുണ്ട്. നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡിലൂടെയും ഈ പാലങ്ങൾക്ക് അടിയിലൂടെയൊക്കെ ഇങ്ങനെ തുഴഞ്ഞാണ് പോകുന്നത്. വീണ്ടും നമ്മൾ കുറേ ദൂരം കൂടെ തുഴഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രാമം എത്തുകയായി. കണ്ടമാല എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് യൂസഫ് പറഞ്ഞു തന്നു. അവിടെ ഒരു 20 വീടുകളേ ഉള്ളൂ. ഈ വീടുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് ഇങ്ങനെ തൂണിൽ നാട്ടിയ പാലം, അതുപോലെ ഈ വീടുകളും ഈ തീരത്ത് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മൾ ചെല്ലുമ്പം കുറച്ച് ചതുപ്പ് പ്രദേശങ്ങളാണ്. ഈ ചതുപ്പുകളൊക്കെ കൃഷിയിടങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഈ കൃഷിയിടങ്ങളിൽ ആളുകൾ കൃഷി ചെയ്യുന്നതും അതിനകത്ത് വളവിടുന്നതും വിളവെടുക്കുന്നതും ഒക്കെ ഇത്തരത്തിൽ വള്ളത്തിൽ ചെന്നിട്ടാണ്. അല്ലാതെ ഈ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങിയാൽ അത് താന്നു പോകും. ഈ ജലത്തിലെ ചെളിയും മണ്ണും ഒക്കെ കൂടെ അടിഞ്ഞുകൂടി ഉണ്ടായ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൃഷിയിടങ്ങളെല്ലാം. അത്തരത്തിൽ നിരവധി ഏക്കർ, ആയിരക്കണക്കിന് ഏക്കർ കൃഷിയിടങ്ങൾ പലരുടേതായിട്ട് ഈ തടാകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് ഇവർ കൃഷി ഇറക്കുന്നത്. വീണ്ടും വള്ളം തുഴഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും പല ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ വള്ളം തുഴഞ്ഞ് വരുന്നത്. ഈ വള്ളം തുഴയുന്നൊരു പ്രത്യേക രീതിയിലാണ്. ഇവർ ഈ വള്ളത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുക. വലിയ കമ്പിളി കൊണ്ടുള്ള ഒരു ലോഹ പോലത്തെ ഒരു കുപ്പായമാണ് ധരിക്കുക, നല്ല കനമുള്ള കുപ്പായം. ഈ കുപ്പായം ഇവർ ധരിച്ചിട്ട് വള്ളത്തിൻ്റെ ഏറ്റവും മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് കാലുൾപ്പെടെ ഈ കമ്പിളി കുപ്പായം കൊണ്ട് മൂടിയിടും. എന്നിട്ടാണ് ഇവർ തുഴയുന്നത്. അപ്പോൾ പുറകിലാണ് വള്ളം, വള്ളത്തിൻ്റെ ഏറ്റവും മുമ്പിൽ അവരിയ്ക്കുന്നത്. ഒരു പരന്ന ഭാഗമുണ്ട് അവിടെ ഇരുന്നിട്ട്. രസകരമാണ് ആ കാഴ്ച. അപ്പോൾ ഈ മങ്ങി ഇരുട്ടിൽ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന ആളുകളും അതിൻ്റെ ഒരു ആംബിയൻസും ആ പരിസരവും ആ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഒരു അനുഭവമാണ്. ലോകത്തൊരിടത്തും അത്തരം ഒരു അനുഭവത്തിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഇത്ര ഒരു പുലർകാലത്ത്. അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും കുറേയേറെ വള്ളങ്ങൾ, ഒരു 100-100 വള്ളങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. ആ വള്ളങ്ങളെല്ലാം അനങ്ങാതെ കിടക്കുകയല്ല, ഈ വള്ളങ്ങളെല്ലാം അങ്ങും ഇങ്ങും ഓടിക്കൊണ്ടിരിക്കുക. എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പം യൂസഫ് പറഞ്ഞു, ഇവരൊക്കെ ഓരോ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. മുള്ളങ്കിയും കൊണ്ട് വരുന്ന ആളുകളാണെങ്കിൽ അയാളുടെ വള്ളത്തിനകത്ത് മുള്ളങ്കി മാത്രമായിരിക്കും ഉണ്ടാവുക, വേറൊരു കൂട്ടരുടെ അതിനകത്ത് ബീൻസ് ആയിരിക്കും, വേറൊന്നിനകത്ത് ഇലക്കറികൾക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക സാധനങ്ങളായിരിക്കും, വേറൊന്നിനകത്ത് താമരയുടെ കിഴങ്ങായിരിക്കും, വേറൊന്നിനകത്ത് ക്യാബേജ് ആയിരിക്കും. അപ്പോൾ ഇവർ ഇതിനകത്തൊരു തരം ബാർട്ടർ സിസ്റ്റമാണ്. എനിക്ക് വാങ്ങാൻ ആവശ്യമുള്ള വസ്തുക്കൾ ഏതൊക്കെ വള്ളത്തിലുള്ളതെന്നാണ് എല്ലാവരും ചുറ്റി കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിൻ്റെ വിലയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ വസ്തു വാങ്ങാൻ താല്പര്യമുള്ള ആരാണെന്ന് ലൊക്കേറ്റ് ചെയ്യുകയാണ് ഇവർ. അതിങ്ങനെ ഈ വള്ളത്തിൽ ഇങ്ങനെ ഇതുങ്ങളെല്ലാം ഇതിനകത്ത് കൂട്ടിയിടിച്ചും മുരഞ്ഞും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർക്ക് ഏറ്റവും അനുയോജ്യരായ ഒരാൾ, നമ്മളുടെ സാധനം വാങ്ങാനും നമുക്കാവശ്യമുള്ളത് വിൽക്കാനും റെഡിയായ ഒരാളെ കണ്ടുമുട്ടിന്നിരിക്കട്ടെ. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സാധനം കിട്ടുകയും വേണം, ഏറ്റവും കൂടിയ വിലയ്ക്ക് നമ്മുടെ വസ്തു വിൽക്കുകയും വേണം എന്നുള്ളിടത്ത് ഇവർ കച്ചവടം ഉറപ്പിക്കുന്നു. അത് തൂക്കം നോക്കുന്നു. ആ തൂക്കം നോക്കുന്ന ഒരു വിചിത്ര ത്രാസിലാണ്. എല്ലാ വള്ളത്തിലും ത്രാസൊന്നുമില്ല, ത്രാസുകൾ ഇവർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെ തൂക്കം നോക്കുന്നു, തൂക്കിയെടുത്ത് എൻ്റെ വള്ളത്തിലെ സാധനങ്ങളെല്ലാം മറ്റേ വള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആ വള്ളത്തിൽ നിന്ന് നമ്മൾ വാങ്ങിയതെല്ലാം ഇങ്ങോട്ടിടുന്നു. കൂടാതെ ഇതിനകത്ത് മൊത്തക്കച്ചവടക്കാരും വരും, ചന്തയിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടവരും വരും. അവരും ഇങ്ങനെ ഈ വള്ളങ്ങൾ തോറും നടന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന വള്ളങ്ങളിൽ നിന്നും 100-150 വള്ളങ്ങളുണ്ടെന്ന് ഓർക്കണം. ഏതാണ്ടൊരു 4:30 തുടങ്ങുന്ന ഈ കച്ചവട പരിപാടി ഒരു 7 മണിയാകുമ്പോഴത്തേക്കും തീരും. അപ്പോഴത്തേക്ക് ഈ വള്ളങ്ങളിലെ സാധനങ്ങളെല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ കച്ചവടക്കാർ ഇവിടുന്ന് ഈ സാധനമായിട്ട് നഗരത്തിലെ മാർക്കറ്റിലേക്കോ ഇന്ത്യയുടെ തന്നെ ഉത്തരേന്ത്യയുടെ പല ഭാഗത്തേക്കോ പോലും കയറ്റി വിടുന്ന പച്ചക്കറികൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കർഷകരാണ് ഈ കച്ചവടക്കാർ. അവരുടെ കൃഷിയിടത്തിൽ നിന്ന് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് പോയി വിളവെടുത്ത് കൊണ്ടുവരുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് അവർ വില പറഞ്ഞ് വിൽക്കുകയാണ്. അപ്പം വലിയ കച്ചവടക്കാരും ഈ എക്സ്ചേഞ്ച് ചെയ്യേണ്ടവരും ഒക്കെ ഇവിടെ വന്ന് വാങ്ങുകയാണ്. ഒരു രസകരമായ കാഴ്ചയാണ്. ഇതിനകത്ത് ചായ വിൽക്കാൻ വരുന്നവരുണ്ട്. ഇതേപോലെ വള്ളത്തിൻ്റെ മുമ്പിൽ അടുപ്പ് കൂട്ടി ചായ വിറ്റ് ഈ കച്ചവടക്കാർക്കെല്ലാം വിൽക്കുന്ന ആളുകളുണ്ട്. കടം കൊടുക്കുന്നവരുണ്ട്. ഇന്നലെ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ വന്നവരുണ്ട്. ഇന്ന് വേണ്ടവർക്ക് കടം കൊടുക്കുന്നവരുണ്ട്. അവരും ഇതിനകത്തൂടെ നടക്കുന്നുണ്ട്. വ്യത്യസ്തമായൊരു ലോകമാണ്, രസകരമായൊരു കാഴ്ച. ഞാൻ അതിനകത്തൂടെ എല്ലാം ഇങ്ങനെ ചിത്രീകരിച്ച് നടക്കുകയാണ്. എനിക്ക് പോകേണ്ട സ്ഥലത്തുകൂടെ എല്ലാം യൂസഫ് വള്ളം ഇങ്ങനെ തിരിച്ച് വിട്ട്, വള്ളമല്ല നമ്മുടേത് ശിക്കാരയാണ്, മുകളിൽ മേൽക്കൂരയൊക്കെ ഉള്ളൊരു ശിക്കാരയാണ്.
അത് ഇതിനിടയ്ക്കൂടെ എല്ലാം മൂടി മനോഹരമായിട്ട് ചിത്രീകരിക്കാൻ പറ്റി. ഗംഭീരമായൊരു അനുഭവമായിരുന്നത്. യൂസഫ് ഒരു കെറ്റിലിനകത്ത് വെള്ളം വെച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ യൂസഫിൻ്റെ ഈ ഷിക്കാരയ്ക്കകത്ത് അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ചായ ഉണ്ടാക്കി ഒരു ഗ്ലാസ് എനിക്കും തന്നു. യൂസഫ് ഒരു ഗ്ലാസ് ചായയും കുടിച്ചാണ് ആ കൊട്ടും തണുപ്പത്ത് ആ നേരം പുലർന്നു വരുന്ന ആ സമയത്ത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഞങ്ങൾ ചിലവഴിച്ചത്. വേറെ ചിലരുണ്ട് ഇതിനകത്ത് ഈ വള്ളങ്ങളിൽ ഹുക്കയൊക്കെ വലിച്ചുകൊണ്ടാണ് രാവിലെ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഹുക്ക കച്ചവടക്കാരുമുണ്ട്. ഈ ഹുക്ക നമ്മുടെ അടുത്ത് വരും, നമുക്ക് വലിക്കാൻ തരും, നമുക്ക് വലിക്കാൻ 2 പുകയെടുക്കാം, അടുത്തയാളുടെ അടുത്ത് ചെല്ലും, അവർക്കും 2 പുകയെടുക്കാം. അപ്പോൾ ഹുക്കയായിട്ട് വരുന്നവർ, കാപ്പി വിൽക്കാൻ നടക്കുന്നവർ, പൈസ കടം കൊടുക്കുന്നവർ, സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വന്നവർ എല്ലാം കൂടെ ചേർന്ന് സജീവമായൊരു ജീവിതമാണ്. അതിഗംഭീരമായ അനുഭവമായിരുന്നു. കാശ്മീരിലെ ദാൽ തടാകത്തിൽ ടൂറിസം അല്ലാതെ അവിടുത്തെ ജീവിതം അനുഭവിക്കാനുള്ളൊരു യാത്രയായിട്ടത് മാറി. രസകരമായ സൗഹൃദ കാഴ്ചകളുണ്ട്. ഇവർ ഓരോ വള്ളങ്ങളും ചേർന്ന് വരും. ഇതിൻ്റെ മുൻഭാഗം എല്ലാം പരസ്പരം കൂട്ടിയിടിച്ച് ഒരസിയൊക്കെയാണ് കടന്നു പോകുന്നത്. ചിലർ തള്ളി പങ്കായം കൊണ്ട് അവനെ തള്ളി അകറ്റിവിടും വന്നിടിക്കാതിരിക്കാൻ. ചിലർ വന്ന് സാധനങ്ങൾക്ക് വില പറയും. വില പറഞ്ഞിട്ട് വില ഒക്കില്ല, അവർ തമ്മിലൊരു ധാരണയെത്തില്ല, അവരകന്നു പോകും. വീണ്ടും ഇച്ചിരി കഴിഞ്ഞ് ഇവർ കറങ്ങി തിരിഞ്ഞ് വരും, അവർ തർക്കിക്കും. തൻ്റെ സാധനത്തിന് എന്താണോ ഇത്ര വില എന്നുള്ള മട്ടിലുള്ള തർക്കങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും അവരൊന്നുകൂടെ കറങ്ങാൻ പോകും, തിരിച്ച് വീണ്ടും വരും, പിന്നെ സൗഹൃദത്തിലാവും, രണ്ടുപേരും കൈ കൊടുക്കും, പിന്നെ ഈ സാധനങ്ങൾ വാങ്ങും, പിന്നെ കെട്ടിപ്പിടിക്കും, അവർ അവിടുന്ന് പിരിയുന്നു. ഇങ്ങനെ പല ജീവിത കാഴ്ചകളെല്ലാം കണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കച്ചവടത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുക്കാറായപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയാകുകയാണ്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത് വന്ന വഴിയെ തിരിച്ചു പോകുകയല്ല, വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. അതും ഈ ദാൽ തടാകത്തിൽ നിന്ന് ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ചില കൈവഴികൾ, ചില ജലാശയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. വീതി കുറവാണ്, അതിന് കുറുകെ പാലങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം ഞാൻ പറഞ്ഞല്ലോ 2 ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന പാലങ്ങളൊക്കെയാണ് ഈ മരപ്പാലങ്ങളാണ്. ഈ മരപ്പാലങ്ങളിലൂടെ ഈ ലോഹ പോലത്തെ ഈ കുപ്പായം ഇട്ട് നടന്നു പോകുന്ന ആളുകളെയൊക്കെ കാണാം. ഒരു കാൽപ്പനികമായ ഏതോ ഒരു വിദേശ സിനിമ കാണുന്ന പോലത്തെ ഒരു ഫീലാണ്. അവരുടെ രൂപഭാവങ്ങൾ, അവരുടെ വേഷം, ആ പ്രകൃതിയുടെ ആ സമയത്തെ ലൈറ്റിങ്, ഇതെല്ലാം കൂടെ ചേർത്ത് അതിമനോഹരമാണ്. അതിങ്ങനെ ഗ്രാമങ്ങൾ തോറും ഈ പാലങ്ങൾ, വാഹനങ്ങളിൽ നിന്നും പോകുന്ന മരപ്പാലമല്ല, ആളുകൾക്ക് നടക്കാൻ മാത്രം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് നീണ്ടു കിടക്കുന്ന ഈ പാലങ്ങളിലൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ പോകുന്നു. ഈ പാലത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെ നമ്മൾ കടന്നു പോകണമെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ യൂസഫിൻ്റെ ഷിക്കാരയുടെ മുകളിലൊരു മേൽക്കൂര ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലായിടത്തും അഴിച്ച് താത്തണം. അത് ഇതിൻ്റെ അടിയിൽ കൂടെ പോകില്ല. നമ്മുടെ യൂസഫ് എന്ത് ചെയ്യും, ഓരോ പാലത്തിൻ്റെയും ചൂട്ടി ചെല്ലുമ്പം ഈ മേൽക്കൂര പയ്യൊന്ന് താത്തും, അഴിച്ചിട്ട് താത്തും, എന്നിട്ട് തള്ളി അപ്പുറം കടത്തും. ഞാനും സഹായിക്കും. അങ്ങനെ പല ഭാഗങ്ങൾ കടന്നു പോകുന്നു. ഇടയ്ക്ക് ചില ഇടത്തോടുകളിൽ നിന്ന് ഇതുപോലെ തന്നെ ഷിക്കാരകളോ അല്ലെങ്കിൽ ചെറിയ വള്ളങ്ങളോ ക്രോസ് ചെയ്ത് കയറി വരും. ഇവിടെ ഓട്ടോറിക്ഷയോ കാറോ പോകുന്ന പറഞ്ഞാൽ അവിടെ ഈ വള്ളങ്ങളിലാണ് ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. അത് വന്നിങ്ങനെ വിലങ്ങും. അപ്പോൾ നമ്മൾ അവിടെ പയ്യെ നിർത്തി കൊടുക്കും, അവർ കടന്നു പോകും. അല്ലെങ്കിൽ അവർ നമുക്ക് നിർത്തിത്തരും, ഒന്ന് വിഷ് ചെയ്യും, ഒരാശംസ പറയും, ഒന്ന് ചിരിച്ച് കാണിക്കും, നമ്മളോട് കടന്നു പോകാൻ പറയും. അപ്പോൾ ഒരു അന്യനാട്ടുകാരനായ ഒരു ടൂറിസ്റ്റാണ് വന്നിരിക്കുന്നത് അറിയുമ്പോൾ അവരൊരു സ്നേഹം ഉള്ള ഒരു ചിരി നമുക്ക് സമ്മാനിക്കും. ഇടയ്ക്കിടയ്ക്കെല്ലാം വെച്ച് ഇത്തരത്തിൽ ക്രോസ് ചെയ്ത് പോകുന്ന ആളുകൾ വീടുകളിൽ നിന്ന് തൊഴിലിടത്തിലേക്ക് അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ചന്തയിലേക്കൊക്കെ പോകുന്ന ആളുകളുടെ വള്ളങ്ങൾ ഇതൊക്കെ പിന്നിട്ട് പോയി ഒരു കടവിലേക്ക് ഈ ഷിക്കാരെ അടുപ്പിച്ചു. അവിടെ അടുപ്പിച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ സ്ത്രീ കയ്യിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഈ പാത്രങ്ങളൊക്കെ ആയിട്ട് വന്ന് യൂസഫിന് കൊടുക്കുന്നു. ഇത് യൂസഫിൻ്റെ ഭാര്യയാണ്. ആ കാണുന്ന യൂസഫിൻ്റെ വീടാണ്. യൂസഫിൻ്റെ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നതാണ് ഭർത്താവിനെ. യൂസഫ് അത് മേടിച്ച് വെച്ചു. ഈ ചന്തയിൽ നിന്ന് കുറച്ച് പച്ചക്കറികൾ യൂസഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചു. ഭാര്യ അതും വാങ്ങിച്ചിട്ട് വീട്ടിനുള്ളിലേക്ക് പോയി. ഈ വള്ളം തുഴഞ്ഞു പോകുന്ന വഴിക്ക് യൂസഫ് ഭാര്യ കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണത്തിൽ നിന്ന് കുറേശ്ശെ കഴിച്ചു തുടങ്ങി. എങ്ങനെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നമ്മുടെ ഹൗസ് ബോട്ടിൽ കാത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അത് വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തുഴയുന്നതിനിടയ്ക്ക് പുള്ളി കുറേശ്ശെ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഈ ദാൽ തടാകത്തിൻ്റെ ഉൾനാട്ടിലെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് ഈ കാശ്മീരിൻ്റെ ഇതുവരെ അധികം ആരും കാണാത്ത ഗ്രാമീണ ജീവിതത്തിൻ്റെ ഉൾത്തടുപ്പുകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചാരം തുടർന്നു. ഈ യൂസഫ് എന്ന് പറയുന്ന പാവം മനുഷ്യൻ ആ സമയമെല്ലാം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നു. ആ തുഴച്ചിലിൻ്റെ താളത്തിൽ ആ കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് ദാൽ തടാകത്തിലെ എൻ്റെ ഹൗസ് ബോട്ടിൽ എത്തുന്നതും കാത്ത് ഞാനങ്ങനെ ഇരുന്നു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ.